ഹായ് ഫ്രണ്ട്സ്, രഞ്ജിയാണ്. വെൽക്കം ടു രഞ്ജിസ് പാഠശാല. നമ്മുടെ LIC വീക്കാണ്. കഴിഞ്ഞ ദിവസം LICയുടെ 69ാമത്തെ വാർഷികമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ വി ആർ വെൽ എക്സൈറ്റഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ കുറച്ച് കൺഫ്യൂഷനിലുമാണ്. നമ്മൾ സീനിയേഴ്സ് ആയാണെങ്കിലും പുതിയ ആൾക്കാരാണ്. വാട്ട് വുഡ് ബി ദ നെക്സ്റ്റ്? നമ്മൾ ഈ മാർക്കറ്റിൽ എങ്ങനെ ഇറങ്ങും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ട്രഡീഷണൽ വേയിലുള്ള മാർക്കറ്റിങ്ങിന് അതിന് അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. പലരും ഇപ്പോഴും ഒരു ബെഗിങ് മെൻറ്റാലിറ്റിയിലാണ്. ഇപ്പോൾ ഇന്നും ഒരു LICക്കാരനെ നമ്മളെ ഓഫീസിൽ നിന്നൊക്കെ വളരെ മോട്ടിവേഷൻ ആയിരിക്കും. നിങ്ങൾ അത്രയും സ്ട്രോങ് ആണ്, വെൽ എക്യുപ്ഡ് ആണ് എന്നൊക്കെ പറയും. അൺഫോർച്ചുനേറ്റ്ലി വെൻ വി ആർ ഇൻ ദ മാർക്കറ്റ് നമുക്ക് കൃത്യമായി റെസ്പോണ്ട് തരുന്നില്ല. അതിനർത്ഥം മാർക്കറ്റിനനുസരിച്ച് നമ്മൾ മാറുന്നില്ല എന്നുള്ളതാണ്. അതൊരു സത്യമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിനനുസരിച്ച് മാറുന്നില്ല. നമുക്കൊരിക്കലും മാർക്കറ്റിനെ മാറ്റാൻ പറ്റില്ല. നമ്മൾ മാറാമെന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വി ഹാവ് ടു റിവ്യൂ അവർ സെൽഫ്. നമ്മൾ നോക്കുക, കഴിഞ്ഞ 10 വർഷം മുമ്പുള്ള ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ നോളജിൽ എത്ര വ്യത്യാസമുണ്ട്. ഇപ്പോൾ കാരണം എല്ലാവരും നമ്മളെ എപ്പോഴും വിലയിരുത്തും, നമ്മളും പലരെയും വിലയിരുത്തും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ സ്വയം വിലയിരുത്തുമ്പോഴാണ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു കറക്ഷൻസ് ചെയ്യാൻ പറ്റുക. നമുക്ക് വി ക്യാൻ മൂവ് ഓൺ. ഏറ്റവും നമ്മൾ വളരെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അത് നമ്മൾ റിവ്യൂ ചെയ്യുന്നില്ല എന്നുള്ളത്. മറ്റുള്ളവർ പലരും നമ്മളൊരു എപ്രീസിയേഷൻ്റെ ട്രാപ്പിൽ വീഴുന്ന ഒരു ആൾക്കാരായി മാറി. നിങ്ങൾ കുറച്ച് പോളിസീസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും വിചാരിക്കാതെ നമുക്ക് ചില പ്ലാൻസ് വലിയ തരത്തിൽ സെല് ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ നമ്മളൊരു അപ്രീഷിയേറ്റ് ചെയ്യും. ആ അപ്രീഷിയേഷനിൽ വി ജസ്റ്റ് ബിലീവിങ് ദ വി ആർ ഗുഡ് ഇനഫ്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് നോക്കുക, എനിക്ക് കൃത്യമായിട്ട് മറ്റ് പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയുണ്ടോയെന്നുണ്ട്. നമ്മൾ ഈ ഒരു പുതിയ നമ്മളെ 69th ബർത്ത്ഡേയിൽ നമ്മൾ ഇനി മുതൽ മുന്നോട്ട് ഇറങ്ങുന്ന സമയത്ത് ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ചെയ്യേണ്ടത് സെൽഫ് അനലൈസ്. നമ്മൾ നോക്കുക, കാരണം വാട്ട് ആർ ദ കറക്ഷൻ ടു ബി മെയ്ഡ്. അത് കറക്ഷൻ ചെയ്ത ശേഷം വി ക്യാൻ മൂവ് ഓൺ. നിങ്ങളെ സഹായിക്കുന്ന വളരെ ബ്യൂട്ടിഫുള്ളായ കുറേ ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ രഞ്ജിസ് പാഠശാല അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വി ആർ ജസ്റ്റ് കോൾ അവേ ഫ്രം യുവർ സൈഡ്. കാരണം നിങ്ങളുടെ യൂണിറ്റ്സിലും നിങ്ങളുടെ DOസിനോടും നമ്മൾ പല കണ്ണൂരിലും കാസർഗോഡ് കോഴിക്കോടൊക്കെ നമ്മൾ ഓൾറെഡി ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. കുറേ DOസിൻ്റെ യൂണിറ്റ്സിൽ ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി വി ആർ ജസ്റ്റ് കോൾ അവേ ഫ്രം യു. കാരണം നമ്മൾ വൈ ഫ്രം മീ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമ്മൾ ആദ്യത്തെ സെഷനായിട്ട് നമ്മൾ എല്ലാ ഏജൻസിനും മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം എന്നിൽ നിന്ന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു കസ്റ്റമറുടെ മുന്നിൽ നമ്മൾ എത്തുന്നത് അയാൾ എന്നിൽ നിന്ന് എടുക്കണം. വാട്ട് ആർ ദ ക്വാളിറ്റി ഇൻ മീ, അത് നമ്മൾ അറിയണം. നമ്മുടെ ക്വാളിറ്റി കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. കൃത്യമായിട്ട് നമ്മുടെ പ്രസൻറ്റേഷൻസിന് നമ്മുടെ അപ്രോച്ചിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, അതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിലിംഗ് ആയ ട്രെയിനിങ്സ് ആണ്. പ്ലീസ് ജോയിൻ അസ്. താങ്ക് യു ഓൾ. വളരെ ഇമ്പോർട്ടൻ്റ് മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കുറേ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടും കുറേ പ്രസൻറ്റേഷൻ സ്കിൽസിനെ കുറിച്ചൊക്കെ നമ്മൾ ഫാബുലസ് ആയ കുറേ വീഡിയോസ് ഇൻ കമ്മിങ് ഡേയ്സിൽ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ നിങ്ങളുടെ കൊളീഗ്സായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഷെയർ ചെയ്യാം. താങ്ക് യു ഓൾ.